ഹലോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മാംഗോ ഫെസ്റ്റിവൽ കാണാനാണ് കേട്ടോ. അപ്പോൾ സൂക്ക് വാക്കിഫിൽ 4 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ മാംഗോ ഫെസ്റ്റിവൽ. അപ്പോൾ ജൂൺ 8 വരെ മാംഗോ ഫെസ്റ്റിവൽ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കുറേ യൂട്യൂബറും അല്ലാതെയൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫെസ്റ്റിവൽ കാണാം. കുറേ വീഡിയോസും അതുപോലെ തന്നെ റീൽസൊക്കെ ഇട്ടിട്ട് മാംഗോ നമ്മളെ ഉപ്പിലിട്ട് അതുപോലെ തന്നെ മുളകൊക്കെ പെരക്കിയിട്ടുള്ള അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയായിട്ട് അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സൂക്കിലെത്തി. ആ കാണുന്നതാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മുടെ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അതിലേക്ക് നടന്നു പോവാണ്. എൻട്രൻസിൽ നമ്മൾ എത്തി. അപ്പോൾ ഒരു നമ്മൾ എന്താ പറയണ്ടേ, മാംഗോയുടെ ഒരു ലോകം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പലതരം മാംഗോകളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പലതരം മാങ്ങകൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാങ്ങയുടെ പ്രോഡക്റ്റുകൾ എന്താ പറയണ്ടേ, മാംഗോ പിസ്സ, അതുപോലെ തന്നെ മാംഗോ ജാം, മാംഗോ പായസം, മാംഗോ ഹൽവ, അതുപോലെ സ്നാക്സുകളാവട്ടെ മാംഗോ പുട്ട്, മാംഗോ ഐസ്ക്രീം, മാംഗോ ലഡ്ഡു, ഹൽവ, ചിക്കൻ മാംഗോ പാനിപൂരി, അതുപോലെ തന്നെ മാംഗോ കേക്ക്, മാംഗോ അവിയൽ, അങ്ങനെ പലതരം വെറൈറ്റി ഉപ്പിലിട്ടതും അതുപോലെ ഉപ്പും നേരത്തെ പറഞ്ഞ പോലെ മുളകൊക്കെ ഇട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള. ഇപ്പോൾ തന്നെ ഞാൻ അത് കാണുമ്പോൾ എനിക്ക് ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ആ സമയത്ത് നമുക്ക് എന്താ വാങ്ങണ്ടേന്ന് നമുക്ക് ഒന്നും ഒരു പിടിയുണ്ടാവില്ല. എവിടെ പോയി വാങ്ങണം, എന്തൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ പറ്റാവുന്നതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗോ പായസമൊക്കെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അച്ചാറാവട്ടെ, അല്ലെങ്കിൽ ചിക്കൻ മാംഗോ അവിയൽ, അങ്ങനെ അത് സെറ്റ് ചെയ്തതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് നീറ്റ്ലി നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മാവിൻ്റെ തൈകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങുന്നവർക്ക് വാങ്ങാം. അങ്ങനെയെല്ലാം നമ്മൾ നോക്കി കണ്ടു. പുഡിങ്ങൊക്കെ കണ്ടോ, മാംഗോ പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരം, നേരത്തെ പറഞ്ഞ പോലെ മാംഗോൻ്റെ പലതരം വെറൈറ്റി അച്ചാറുകളാവട്ടെ, അല്ലെ സ്നാക്സുകളാവട്ടെ, കറികളാവട്ടെ, അല്ലെങ്കിൽ ഐസ്ക്രീം, അങ്ങനെ പലതരത്തിലുള്ള മാംഗോൻ്റെ പ്രോഡക്റ്റുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ഓപ്പണിംഗ് ടൈം ആയിരുന്നുകൊണ്ട് അത്ര റഷില്ലായിരുന്നു കേട്ടോ. പിന്നെ ആളുകൾ കൂടി വരുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 4 to 9 മണി വരെ ആയിരുന്നു ഈ ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മളായ ഒരു ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് അത്ര റഷില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റിവലിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.